നമ്മൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കിയായിട്ടുള്ള സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസുകളാണ്, അല്ലെങ്കിൽ സെക്കൻഡറി മെമ്മറിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത് പെർമനൻറ്റ് നേച്ചറാണ്. അതായത് ഇപ്പോൾ റാമിലെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ റാമിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് പവർ ഓഫായി കഴിയുമ്പോൾ അതിനകത്തുള്ള ഡാറ്റയും ലോസ് ആകുന്നു. പക്ഷേ നമ്മുടെ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസുകളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് അങ്ങനെ ലോസ് ആകുന്നില്ല. അതുപോലെ തന്നെ സെക്കൻഡറി സ്റ്റോറേജിൻ്റെ അല്ലെങ്കിൽ ആ ഡിവൈസുകളുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് റാമിനെ കമ്പയർ ചെയ്തിട്ട് വളരെയധികം കൂടുതലാണ്, പക്ഷേ ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസുകളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന പ്രോഗ്രാമും ഡാറ്റയൊന്നും പ്രൊസസ്സറിന് ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്യാനും സാധിക്കില്ല. സാധാരണ നമ്മൾ എന്തെങ്കിലും ബാക്കപ്പുകൾ എടുക്കാനായിട്ടോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് ആവശ്യമുള്ള ഡാറ്റയൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ടാണ് നമ്മൾ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസുകൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ മെയിൻ കാറ്റഗറി എന്ന് പറയുന്നത് മാഗ്നറ്റിക്, ഒപ്റ്റിക്കൽ ആൻഡ് സെമി കണ്ടക്ടർ മെമ്മറിയാണ്. അപ്പോൾ ഇതിൽ ഓരോ ടൈപ്പായിട്ട് നമുക്കൊന്ന് നോക്കാം. ഇതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസസ്. ഈ മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു പ്ലാസ്റ്റിക് ടൈപ്പ് അല്ലെങ്കിൽ മെറ്റൽ ഓർ പ്ലാസ്റ്റിക് ഡിസ്കുകൾ ഉണ്ടായിരിക്കും. ഈ ഡിസ്കുകളുടെ പുറത്ത് മാഗ്നറ്റിക് മെറ്റീരിയൽസ് കോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഡിസ്ക് ആർ കോട്ടഡ് വിത്ത് മാഗ്നറ്റിക് മെറ്റീരിയൽസ്. ഡാറ്റ ഈസ് റെക്കോർഡഡ് മാഗ്നറ്റിക്കലി ഇൻ ദീസ് ഡിവൈസസ്. ഇത്തരത്തിലുള്ള ആ ഒരു ഡിസ്കിലേക്ക്, മാഗ്നറ്റിക് കോട്ടായിട്ടുള്ള ഡിസ്കിലേക്കായിരിക്കും നമ്മൾ ഡാറ്റകളെ സ്റ്റോർ ചെയ്യുന്നത്. ഇതിനായിട്ട് നമ്മൾ റീഡ് റൈറ്റ് ഹെഡുകളാണ് യൂസ് ചെയ്യുന്നത് ഡാറ്റയെ ആക്സസ് ചെയ്യാനായിട്ട്. പോപ്പുലറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസുകൾ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ടേപ്പുകളുണ്ട്, ഫ്ലോപ്പി ഡിസ്കുകളുണ്ട്, അതുപോലെ തന്നെ ഹാർഡ് ഡിസ്കും ഉണ്ട്. അത് ഓരോന്നായിട്ട് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ടേപ്പ്. നമുക്ക് ഫിഗറിൽ കാണുന്ന പോലെ ഇത്തരത്തിലായിരിക്കും മാഗ്നറ്റിക് ടേപ്പുകൾ ഉണ്ടാകുന്നത്. ഇത് നമുക്കൊരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് കുറച്ചുകൂടി വളരെ കോസ്റ്റ് കുറവായിരിക്കും. കോസ്റ്റ് പെർ യൂണിറ്റ് വോളിയം ഓഫ് എ മാഗ്നറ്റിക് ടേപ്പ് ഈസ് ലെസ് കമ്പയർഡ് ടു അതർ മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസസ്. ഇനി ഇവിടെയും ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിൻ ടൈപ്പാണ്, അത് കോട്ടഡ് വിത്ത് ഫൈൻ മാഗ്നറ്റിക് മെറ്റീരിയൽ. ഇതിനകത്ത് നമുക്ക് അനലോഗ് ആയിട്ടുള്ള ഡാറ്റയോ അല്ലെങ്കിൽ ഡിജിറ്റൽ ആയിട്ടുള്ള ഡാറ്റയോ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഇവിടെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓരോ ഫ്രെയിമുകളായിട്ടാണ്, അതായത് വെർട്ടിക്കലി ഓരോ ഫ്രെയിമുകളായിട്ട് ടൈപ്പിൽ ആണ് നമ്മൾ ഡാറ്റയെ സ്റ്റോർ ചെയ്യുന്നത്. ഇതിനായിട്ട് റീഡ് റൈറ്റ് ഹെഡുകളും ഉണ്ടായിരിക്കും. ഇത്തരത്തിൽ ഉള്ള ഫ്രെയിമുകളെ നമുക്ക് വേണമെങ്കിൽ ഗ്രൂപ്പുകളായിട്ട് തിരിക്കാൻ സാധിക്കും. ഇതിനിടയ്ക്ക് നമുക്ക് ഗ്യാപ്പുകൾ ഉണ്ടാക്കിയിട്ട് ഇതിനെ ഒരു ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലോക്കായിട്ടോ നമുക്ക് തിരിക്കാനും സാധിക്കും. പിന്നെ ഇതിനകത്തുള്ളൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ സീക്വൻഷ്യൽ ആക്സസ് ആണ് നമുക്ക് പറ്റുകയുള്ളൂ. അതിപ്പോൾ ഒരു ഓഡിയോ കാസറ്റിലൊക്കെ പോലെ നമുക്ക് അതിൻ്റെ ഒരു പർട്ടിക്കുലർ ഭാഗത്തേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ തുടക്കം തൊട്ട് വേണം നമ്മൾ റീഡ് ചെയ്ത് വരാനായിട്ട്. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് 16ാമത്തെ റെക്കോർഡ് എടുക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് 1 തൊട്ട് എല്ലാ റെക്കോർഡുകളും ആക്സസ് ചെയ്ത് വേണം 16ാമത്തെ റെക്കോർഡിൽ എത്താനായിട്ട്. അപ്പോൾ അത്തരത്തിൽ ഇത് വളരെ ടൈം കൺസ്യൂമിങ് ആണ്. നമ്മുടെ സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നതാണ് ഹാർഡ് ഡിസ്ക്. ഹാർഡ് ഡിസ്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ എല്ലാവരുടെയും സിസ്റ്റത്തിലുള്ളവരാണ് ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. സാധാരണ അതിനകത്തായിരിക്കും നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ ബാക്കിയുള്ള ഡാറ്റ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഹാർഡ് ഡിസ്ക് ആണെന്നുണ്ടെങ്കിലും ഇവിടെയും മെറ്റൽ ഡിസ്കുകളാണുള്ളത്. ദിസ് ഈസ് കോട്ടഡ് വിത്ത് മാഗ്നറ്റിക് മെറ്റീരിയൽ. ഇത് ഡസ്റ്റ് ഫ്രീ ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിനകത്ത്, അതായത് മെറ്റൽ കണ്ടെയ്നേഴ്സിൻ്റെ ഉള്ളിലേക്കായിരിക്കും നമ്മളിത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. ഹാർഡ് ഡിസ്കിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. അതുപോലെ തന്നെ ഹൈ ഡാറ്റ ട്രാൻസ്ഫർ റേറ്റുമാണ്. അതുപോലെ തന്നെ ആക്സസ് ടൈം കുറച്ച് കുറവാണ് കമ്പയർ ടു മാഗ്നറ്റിക് ടൈപ്സ്. അതുപോലെ തന്നെ എറേഴ്സൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ സിസ്റ്റത്തിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസാണ് ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാർഡ് ഡിസ്കിൽ പ്ലാറ്റേഴ്സ് ഉണ്ടാവും. അതായത് നമ്മൾ ഈ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ഡിസ്കുകൾ, അതിനെ നമ്മൾ പ്ലാറ്റർ എന്നാണ് വിളിക്കുന്നത്. ഇതെല്ലാം നോക്കിയാൽ അറിയാം. ഓരോ പ്ലാറ്ററും അതിനകത്ത് നമുക്ക് 2 റീഡ് റൈറ്റ് ഹെഡുകൾ ആവശ്യമുണ്ട്. 1 ഫോർ ഈച്ച് സർഫസ്. അതായത് ഇതിൻ്റെ 2 സർഫസിലും നമുക്ക് ഡാറ്റയെ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു സർഫസിനായിട്ട് ഒരു റീഡ് റൈറ്റ് ഹെഡ് വേണം, അതുപോലെ തന്നെ മറ്റേ സർഫസിനായിട്ട് വേറൊരു റീഡ് റൈറ്റ് ഹെഡ് നമുക്ക് ആവശ്യമുണ്ട്. Then a tiny electromagnetic read or write head attached
an access arm magnetize tiny spots on the disk to store data. ഇത്തരത്തിലുള്ള ഈ റീഡ് റൈറ്റ് ഹെഡ് വെച്ചിട്ട് ചെറിയ ചെറിയ സ്പോട്ടുകളായിട്ടാണ് നമ്മളവിടെ ഡേറ്റയെ സ്റ്റോർ ചെയ്യുന്നത്. ദെൻ ഈ ഹെഡുകൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് അവിടുന്ന് ഡേറ്റയെ തിരിച്ച് റീഡ് ചെയ്യാനായിട്ടും ഉപയോഗിക്കാം. ഇനി ഇവിടെ എങ്ങനെയാണ് നമ്മൾ ഈ ഡാറ്റയുടെ ഈ സർഫസിൽ എങ്ങനെയാണ് ഇതിനെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ഈ കാണിച്ചേക്കുന്നത്. ട്രാക്കുകളായിട്ടും സെക്ടറുകളായിട്ടാണ് നമ്മളവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ട്രാക്സ് ആർ കോൺസെൻട്രിക് സർക്കിൾസ് ഓൺ എ പ്ലാറ്റർ ആൻഡ് എ സെക്ടർ ഈസ് എ പൈ സ്ലൈസ്ഡ് പാർട്ട് ഓഫ് ഡിസ്ക് പ്ലാറ്റർ. ഇപ്പോൾ ഇതിൽ കാണുന്ന പോലെ ഇത് ഓരോന്നും, അതായത് ഈ റൗണ്ടിലുള്ള ഓരോന്നും ഓരോ ട്രാക്കുകളാണ്. ഇതിനെ നമ്മൾ പല ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിലൊരെണ്ണത്തിനാണ് നമ്മൾ സെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് റീഡോ റൈറ്റ് ഓപ്പറേഷൻസും ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ദെൻ ഇതിനകത്ത് നമ്മൾ ഡിസ്ക് ഫോർമാറ്റ് കളഞ്ഞു കഴിഞ്ഞാൽ ഇതിലുള്ള എല്ലാ ഡാറ്റയും നമുക്ക് ലോസ്റ്റ് ആവുകയും ചെയ്യും. ഇതാണ് ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ കപ്പാസിറ്റി എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ 500 GB അല്ലെങ്കിൽ 1 TB അങ്ങനെ പല സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ഹാർഡ് ഡിസ്കുകൾ നമുക്ക് അവൈലബിൾ ആണ്. ദെൻ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നതാണ് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസസ്. അതായത് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസുകൾ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് CD, DVD, ബ്ലൂറേ അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ ലോ പവേർഡ് ലേസർ ബീമുകളാണ് നമുക്ക് ഡാറ്റയെ റൈറ്റ് ചെയ്യാനോ റീഡ് ചെയ്യാനോ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടുത്തെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അലുമിനിയം ഫോയിൽ സാൻഡ്വിച്ച്ഡ് ബിറ്റ്വീൻ 2 സർക്കുലർ പ്ലാസ്റ്റിക് ഡിസ്ക്. ഇതിൻ്റെ നടുക്ക് ഒരു അലുമിനിയം ഫോയിലായിരിക്കും. ദെൻ ഇതിൻ്റെ രണ്ട് സൈഡിലും പ്ലാസ്റ്റിക് ഡിസ്കുകളായിരിക്കും. Then data is written on a single continuous spiral in the form of pits and lands. അതായത് കണ്ടിന്യൂസ് ഒരു സ്പൈറൽ ആയിട്ടുള്ള രീതിയിലായിരിക്കും ഇവിടെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും. ഹാർഡ് ഡിസ്കിൽ എന്ന് പറഞ്ഞാൽ പല പല ട്രാക്കുകളും സെക്ടറുകളുമായിട്ടായിരിക്കും സ്റ്റോർ ചെയ്തേക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു സ്പൈറൽ ഫോർമാറ്റിലായിരിക്കും ഡാറ്റയെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അതും പിറ്റ്സ് ആൻഡ് ലാൻഡ്സ് ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ദെൻ ഇവിടെ ലേസർ ബീം അവിടെ ഈ പിറ്റിനെയും ലാൻഡിനെയും 0യും 1ഉം ആയിട്ട് കൺസിഡർ ചെയ്യും. ഇത്തരത്തിലാണ് അവിടെ ഡാറ്റയെ നമ്മൾ എടുക്കുന്നത്. ദെൻ ഇത് നമുക്ക് മാനുഫാക്ചർ ചെയ്യാനൊക്കെ വളരെ ചീപ്പാണ്. വളരെ പോപ്പുലറായിട്ട് അവൈലബിൾ ആയിട്ടുള്ളൊരു സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസാണ് ഈ പറയുന്ന CD, DVD അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ദെൻ ഇതിൽ ഓരോന്നായിട്ട് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് CD ആണ്. ഇതിൻ്റെ ഡാറ്റ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 700 MB വരെയാണ്. ഇവിടെ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ റെഡ് ലേസർ ബീംസ് ആണ് യൂസ് ചെയ്യുന്നത്. ഡാറ്റ റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനായിട്ട് റെഡ് ലേസർ ബീംസ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ CD റെക്കോർഡബിൾ ഉണ്ട്. അതുപോലെ തന്നെ CD-RW CD റീ റൈറ്റബിളും ഉണ്ട്. അതായത് CD റെക്കോർഡബിൾ എന്ന് പറഞ്ഞാൽ ഒരു തവണയാണ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ, പല തവണ നമുക്ക് റീഡ് ചെയ്യാൻ സാധിക്കും. CD റീ റൈറ്റബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പല തവണ ഇറേസ് ചെയ്തിട്ട് വീണ്ടും റീ റിട്ടേൺ ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ജസ്റ്റ് 700 MB ആണ് ഉള്ളൂ. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക് ആണ്, അതായത് DVD. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ചുകൂടി സ്റ്റോറേജ് കപ്പാസിറ്റി കൂടിയ ഒരു സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് ആണ്. ഇതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ CD ആയിട്ട് സെയിം ആയിരിക്കും. ദെൻ ഇവിടെ നമുക്ക് കൂടുതൽ സ്റ്റോറേജ് കപ്പാസിറ്റി അച്ചീവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസിങ് സ്മോളർ സ്പോട്സ് ടു റെക്കോർഡ് ഡാറ്റ. അത് കുറേ കൂടി ടൈറ്റ്ലി പാക്ക് ചെയ്ത് വളരെ ചെറിയ ചെറിയ സ്പോട്ടുകളായിട്ടായിരിക്കും ഡേറ്റയെ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കുക. ദെൻ ഇവിടെയും നമുക്ക് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും എല്ലാ കാര്യങ്ങളും സാധിക്കും. അതിനായിട്ട് DVD ഡ്രൈവുകളുണ്ട്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ റെഡ് ലേസർ ബീമുകളായിരിക്കും യൂസ് ചെയ്യുന്നത്. ദെൻ ഇതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 4.37 GB to 15.9 GB വരെയാണ് ഉള്ളത്. ദെൻ ഇതിൻ്റെയും പല മേജർ ടൈപ്പുകളുണ്ട്. DVD ROM എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രീ റെക്കോർഡ് ആയിരിക്കും, പലതവണ നമുക്ക് റീഡ് ഓൺലി മാത്രം ആണ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ദെൻ DVD-RW അതായത് DVD റീ റൈറ്റബിൾ ഉണ്ട്. ദെൻ DVD RAM ഉണ്ട്, അത് നമുക്ക് റിപ്പീറ്റഡ്ലി കണ്ടിന്യൂസ് ആയിട്ട് പലതവണ നമുക്ക് ഇതിലുള്ള ഡാറ്റ ഇറേസ് ചെയ്യാനും വീണ്ടും റീ റിട്ടേൺ ചെയ്യാനും സാധിക്കും. ദെൻ നോർമൽ DVD ആണെന്നുണ്ടെങ്കിൽ 4.37 GB ആണ്. അതുപോലെ തന്നെ ഡ്യുവൽ ലെയർ ആണെന്നുണ്ടെങ്കിൽ 15.9 GB വരെ നമുക്ക് സ്റ്റോർ ചെയ്യാനും സാധിക്കും. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നതാണ് ബ്ലൂറേ DVD. അതായത് DVDയേക്കാളും
കുറേ കൂടി സ്റ്റോറേജ് കപ്പാസിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് വളരെ ഫുൾ HD വീഡിയോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത്തരത്തിലുള്ള ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ബ്ലൂറേ DVD എന്ന് പറയുന്നത്. ദെൻ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ ബ്ലൂ വയലറ്റ് ലേസറാണ് ഉപയോഗിക്കുന്നത്. CD-യിലും DVD-യിലും ഒക്കെ റെഡ് ലേസറായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇവിടെ ബ്ലൂ വയലറ്റ് ലേസറാണ് ഉപയോഗിക്കുന്നത്. ദെൻ ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഷോർട്ടർ വേവ് ലെങ്ത് ആണ് റെഡ് ലേസറിനേക്കാളും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറേ കൂടി ഫോക്കസ് ആയിട്ട് വിച്ച് മേക്സ് ഇറ്റ് പോസിബിൾ ടു ഫോക്കസ് ദ ലേസർ സ്പോട്ട് വിത്ത് ഗ്രേറ്റർ പ്രിസിഷൻ. അതായത് നമുക്ക് കുറേ കൂടി അടുപ്പിച്ച് നല്ല പ്രിസിഷനോട് കൂടി അടുപ്പിച്ച് ഡാറ്റയെ കുറേ കൂടി ടൈറ്റ്ലി പാക്ക് ചെയ്ത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അത്തരത്തിലാണ് ഇതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി കൂട്ടുന്നത്. ദെൻ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ട്രഡീഷണൽ DVD-യേക്കാളൊക്കെ വളരെയധികം കൂടുതലാണ്. 25 GB വരെ സിംഗിൾ ലെയർ ഡിസ്കുകളിൽ നമുക്ക് സ്റ്റോറേജ് കപ്പാസിറ്റി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 50 GB നമുക്ക് ഡ്യുവൽ ലെയർ ഡിസ്കിലും അവൈലബിൾ ആണ്. ഇവിടെ മെയിനായിട്ടുള്ള CD-DVD ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉപയോഗിക്കുന്നത് ബ്ലൂ വയലറ്റ് ലേസറാണ്. ദെൻ അത് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഷോർട്ടർ വേവ് ലെങ്ത് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറേ കൂടി ഫോക്കസ് ചെയ്ത് അടുത്തടുത്ത് ഡാറ്റയെ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. പിന്നെ തേർഡ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമി കണ്ടക്ടർ സ്റ്റോറേജ് ആണ്, അല്ലെങ്കിൽ ഫ്ലാഷ് മെമ്മറി എന്ന് പറയും. അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് EEPROM ചിപ്പുകളാണ് യൂസ് ചെയ്യുന്നത്. ഫ്ലാഷ് ഡ്രൈവ്സ് യൂസ് ദീസ് കൈൻഡ് ഓഫ് ചിപ്സ്. ദെൻ ഇത് നമുക്ക് ഇതിനകത്ത് ഷോക്ക് പ്രൂഫാണ്. ഇതിൽ മൂവിങ് ആയിട്ടുള്ള പാർട്ടുകളൊന്നും ഇല്ല. കുറേ കൂടി ലൈറ്റ് വെയിറ്റ് ആണ്, അതുപോലെ തന്നെ ഫാസ്റ്ററാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ സാധിക്കും. അപ്പോൾ അതിൽ വരുന്നതാണ് USB ഫ്ലാഷ് ഡ്രൈവ്സ്, അല്ലെങ്കിൽ നമ്മുടെ പെൻ ഡ്രൈവ് എന്ന് പറയാം. ദെൻ ഇത് സാധാരണ നമുക്ക് വളരെ ചെറിയ സൈസാണ്, പോർട്ടബിൾ ആണ്, റീറൈറ്റബിൾ ആണ്. ഇതിൻ്റെ കപ്പാസിറ്റി എന്നൊക്കെ പറയുന്നത് പല രീതിയിൽ ഉണ്ട്. 2 GB തൊട്ട് 32 GB വരെ എന്നൊക്കെ എന്ന് പറയുന്നത് പഴയ ഇതാണ്. നമുക്ക് അതിൽ കൂടുതൽ കപ്പാസിറ്റിയുള്ള പെൻ ഡ്രൈവുകൾ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഫ്ലാഷ് ഡ്രൈവുകൾ അവൈലബിൾ ആണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാഷ് മെമ്മറി കാർഡ്സ് ആണ്. അതും നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ഫോണിൽ അതുപോലെ തന്നെ ഡിജിറ്റൽ ക്യാമറകളിലൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് മെമ്മറി കാർഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതുതന്നെ മൈക്രോ കാർഡ്, മിനി എന്നൊക്കെ പറഞ്ഞ് പല വിധത്തിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ സൈസിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുള്ളൂ. ഇതിൻ്റെയും സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് പല രീതിയിലുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊക്കെ വളരെയധികം സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ഫ്ലാഷ് മെമ്മറി കാർഡുകൾ അവൈലബിൾ ആണ്. ഇനി റോൾ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെമ്മറീസ് ഇൻ കമ്പ്യൂട്ടർ, അത് ഒരു എക്സാമ്പിൾ വെച്ചുകൂടെ പറഞ്ഞേക്കുകയാണ്. അപ്പോൾ നമ്മൾ പഠിച്ച എല്ലാ മെമ്മറീസും കൂടെ കാണിച്ചിട്ടുണ്ട്: ഹാർഡ് ഡിസ്ക്, റാം, ക്യാഷ്, രജിസ്റ്റേഴ്സ്. അപ്പോൾ ടെക്സ്റ്റിൽ ഒരു എക്സാമ്പിൾ വെച്ച് അവർ പറഞ്ഞിട്ടുണ്ട്. അതായതിപ്പോൾ എന്തെങ്കിലും ഒരു ഡാറ്റ നമുക്കിടത്ത് പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഡാറ്റ മിക്കവാറും സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഹാർഡ് ഡിസ്കിലായിരിക്കും. ആ ഹാർഡ് ഡിസ്കിൽ നിന്ന് നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ നമ്മൾ റാമിലേക്ക് മാറ്റും. അതിനുശേഷം റാമിൽ നിന്നും വേണ്ട കുറച്ച് കാര്യങ്ങൾ അത്യാവശ്യം ഉപയോഗിക്കാൻ, നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ ആവശ്യം വരുന്ന കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ക്യാഷിലേക്ക് മാറ്റും. ദെൻ അതിനുശേഷം ALUവിൻ്റെ കാൽക്കുലേഷൻസിന് ആവശ്യമായിട്ടുള്ള ഡാറ്റാസൊക്കെ നമ്മൾ കറസ്പോണ്ടിങ് രജിസ്റ്റേഴ്സിലേക്ക് മാറ്റിയിട്ടായിരിക്കും നമ്മൾ ആ പ്രോസസ്സുകൾ അവിടെ ചെയ്യുന്നത്. അത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. ദെൻ ഇതിൻ്റെ കൂടെ ഒരു ഹയറാർക്കി, അതായത് സ്പീഡിൻ്റെ ഒരു ഹയറാർക്കി വെച്ച് കാണിച്ചിട്ടുണ്ട്. ഏറ്റവും സ്പീഡ് കുറവെന്ന് പറയുന്നത് ഹാർഡ് ഡിസ്കിനായിരിക്കും. ദെൻ അതിലും സ്പീഡായിരിക്കും റാമിന്, അതിനേക്കാളും സ്പീഡ് കൂടുതലായിരിക്കും ക്യാഷ് മെമ്മറിക്ക്, അതിലും ഹൈ സ്പീഡാണ് രജിസ്റ്റേഴ്സ്. ഇത് ജസ്റ്റ് ഒരു ഫിഗർ അവിടെ കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ദെൻ ഇത് സ്പീഡിൻ്റെയാണ്. ഇതിൻ്റെ നേരെ ഡൗൺ ആരോ ആയിരിക്കും ഇതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഏറ്റവും സ്റ്റോറേജ് കപ്പാസിറ്റി കുറവ് രജിസ്റ്റേഴ്സിനായിരിക്കും, അതിലും കപ്പാസിറ്റി കൂടുതൽ ക്യാഷേക്കായിരിക്കും, അതിലും കപ്പാസിറ്റി കൂടുതൽ റാമിനായിരിക്കും, ഏറ്റവും കപ്പാസിറ്റി കൂടുതൽ ഹാർഡ് ഡിസ്കിനായിരിക്കും. ജസ്റ്റ് കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ദെൻ അതിൻ്റെ ഒരു ടേബിളും കൂടെ ഉണ്ട്. അതായത് നമ്മൾ ഈ പറഞ്ഞ സ്റ്റോറേജ്, സ്പീഡ്, കപ്പാസിറ്റി, കോസ്റ്റ്, ദെൻ വോളട്ടൈൽ ആണോ അല്ലയോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഒരു കമ്പാരിസൺ ടേബിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഹാർഡ് ഡിസ്ക് മാത്രമാണ് നോൺ വോളട്ടൈൽ, അതായത് ഡാറ്റ മിസ്സാകുന്നില്ല. പവർ സപ്ലൈ ഇല്ലെങ്കിലും ഡാറ്റ മിസ്സാകില്ല. ബാക്കി നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, സ്പീഡിൻ്റെയും കപ്പാസിറ്റിയുടെയും കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് വേസ്റ്റ് ആണ്. അപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് പാരഗ്രാഫിൽ ഇതിൻ്റെ ഡെഫിനിഷൻ കൃത്യമായിട്ടുണ്ട്, അത് നോക്കാം. E-waste refers to electronic products nearing the end of their useful life.
Electronic waste may be defined as discarded computers, office electronic equipment, entertainment devices, mobile phones, television sets, and refrigerators. Reused electronics, which are destined for reuse, resale, salvage, recycling, or disposal, are also considered as e-waste. അതായത് നമ്മൾ സാധാരണ ഉപയോഗിച്ചിട്ട് ഉപേക്ഷിക്കാൻ പോകുന്ന അല്ലെങ്കിൽ പഴയതായി മാറിയ TV, മൊബൈൽ ഫോൺസ്, പഴയ കമ്പ്യൂട്ടേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് നമ്മൾ e-waste എന്ന് വിളിക്കുന്നത്. ഓരോ കൊല്ലവും e-waste വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് കാരണം എന്ന് പറയുന്നത് റാപ്പിഡ് ചേഞ്ചസ് ഇൻ ടെക്നോളജി, ചേഞ്ചസ് ഇൻ മീഡിയ, falling prices and planned obsolescence have resulted in a fast growing surplus of electronic waste around the globe. അതായത് നമുക്കറിയാം ഓരോ ദിവസവും ടെക്നോളജി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിലവിൽ 4G ആണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജി എന്ന് പറയുന്നത്. അത് അധികം താമസം തന്നെ നമുക്ക് 5G വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപാട് ആളുകൾ പഴയ ഫോണുകളൊക്കെ ഉപയോഗിച്ചിട്ട് 5G ഫോണുകളിലേക്ക് മാറും. അല്ലെങ്കിൽ പുതിയ സിസ്റ്റംസ്, ഇപ്പോൾ പണ്ട് വലിയ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പോൾ പുതിയ പുതിയ ലാപ്ടോപ്പുകൾ വരുമ്പോൾ അതിനകത്തേക്ക് മാറുന്നു, അല്ലെങ്കിൽ പുതിയ ടാബുകൾ എടുക്കുന്നു. അങ്ങനെ അത്തരത്തിൽ ഈ പഴയ സിസ്റ്റംസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സ്, ഫോൺസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ e-waste ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ദെൻ എന്തുകൊണ്ടാണ് നമ്മൾ e-wasteനെ കുറിച്ച് കൺസേൺ ആവണം എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ ഇതിനകത്ത് ഉണ്ടായിരിക്കും. അതായത് മെർക്കുറി, ലെഡ്, കാഡ്മിയം, ബ്രോമിനേറ്റഡ് ഫ്ലെയിം റിട്ടാർഡൻസ്, അങ്ങനെ പലതരത്തിലുള്ള ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഓരോ പ്രൊഡക്റ്റുകളും നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. ഈ ടോക്സിക് മെറ്റീരിയൽസ് കാരണം നമുക്ക് ക്യാൻസർ, അങ്ങനെ പലതരത്തിലുള്ള ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരുന്നതെന്നുള്ളത് ഇവിടെ കൃത്യമായിട്ടൊരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. ഓരോ കെമിക്കൽ, അതിൻ്റെ സോഴ്സ്, അതിൻ്റെ കോൺസിക്വൻസ്, കാര്യങ്ങൾ കൃത്യമായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് രണ്ടെണ്ണം പറഞ്ഞു പോകാം. ഇപ്പോൾ ലെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡുകളിൽ, PCBകളിൽ, അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ മോണിറ്റർ ഗ്ലാസ്സിലൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പല നെർവ് സിസ്റ്റംസ്, അതുപോലെ തന്നെ ബ്ലഡ് സിസ്റ്റംസ്, കിഡ്നി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഫക്റ്റ് ചെയ്യും. ദെൻ അതുപോലെ മെർക്കുറി, ഇത് ഈ പറഞ്ഞ പോലെ പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡുകളിൽ, അതുപോലെ തന്നെ LCD സ്ക്രീനിൻ്റെ ബാക്ക് ലൈറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മെർക്കുറി ഉണ്ടായിരിക്കും. ഇതെന്ന് പറയുന്നത് ബ്രെയിൻ ഡാമേജുകൾ അല്ലെങ്കിൽ ഓർഗൻ ഡാമേജുകൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. അപ്പോൾ ബാക്കി ടേബിളുകളിലൊന്ന് വായിച്ച് നോക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ വേസ്റ്റുകൾ നമ്മൾ വെറുതെ എവിടെയെങ്കിലും കൊണ്ട് ഇടുകയാണ് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കെമിക്കൽസൊക്കെ മണ്ണിലേക്കും അതുപോലെ തന്നെ വെള്ളത്തിലേക്കൊക്കെ കലർന്നിട്ട് അത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ പോവുകയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറഞ്ഞെന്ന് പറഞ്ഞാൽ സാധാരണ എന്താണ് ഇപ്പോൾ e-waste നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. വളരെ കുറച്ച് എമൗണ്ട് ഓഫ് e-waste മാത്രമാണ് റീസൈക്കിൾ ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ റീയൂസ് ഒക്കെ ചെയ്യുന്നുള്ളൂ. ബാക്കി സാധാരണ ഡംപ് ചെയ്യുക അല്ലെങ്കിൽ ബേൺ ചെയ്യുകയാണ് ചെയ്യാറ്. ഏതെങ്കിലും ഒരിടത്ത് കൊണ്ടുപോയി കൂട്ടിയിട്ട് കത്തിക്കും, അല്ലെങ്കിൽ അവിടെയൊക്കെ നമ്മൾ കുഴിച്ചിടും, അങ്ങനെയൊക്കെയാണ് സാധാരണ ചെയ്യാറ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ടോക്സിക് മെറ്റീരിയൽസ് നമ്മുടെ സോയിലിലേക്കും അതുപോലെ തന്നെ വാട്ടറിലേക്കും എയറിലേക്കും ഒക്കെ വരുന്നു. അങ്ങനെ ഇത് നമുക്കും അതിൻ്റെ ദൂഷ്യഫലങ്ങൾ നമുക്കും കിട്ടുന്നുണ്ട്. മിക്കവാറും ആൾക്കാരൊക്കെ ഇതുപോലെ ഒരു ഉത്തരവാദിത്തം ഇല്ലാതെ ഈ കാര്യങ്ങൾ ഇതുപോലെ എവിടെയെങ്കിലും ഡംപ് ചെയ്യുകയോ അല്ലെങ്കിൽ കത്തിച്ച് കളയുകയൊക്കെയാണ് ചെയ്യാറ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പല പൊല്യൂഷൻ കൺട്രോൾ ബോർഡുകൾ, അതുപോലെ തന്നെ ഓരോ സ്റ്റേറ്റുകളൊക്കെ ഇതിനെതിരായിട്ട് പ്രത്യേകിച്ച് കൃത്യമായിട്ട് ഓരോ മെഷേഴ്സ് എടുത്തിട്ടുണ്ട്. ഇതിനെ കൃത്യമായിട്ട് എങ്ങനെ നമുക്ക് ഡിസ്പോസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ പല പല കാര്യങ്ങൾ പല ആൾക്കാരും ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് പിന്നീട് പറഞ്ഞേക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ എങ്ങനെ ഡിസ്പോസ് ചെയ്യാം എന്നുള്ളതിനുള്ള ഒരു 4 മെത്തേഡാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റീയൂസ് ആണ്. അത് നമുക്ക് അതിൽ നിന്ന് തന്നെ അറിയാം. അതായത് നമ്മുടെ കയ്യിലിരിക്കുന്ന പഴയ എക്യുപ്മെൻറ്റുകൾ നമുക്ക് വേറെ ആർക്കെങ്കിലും കൊടുക്കാം. പൈസയ്ക്കായിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ നമുക്ക് കൊടുക്കാൻ സാധിക്കും. പലതരത്തിലുള്ള ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ആർക്കെങ്കിലും കൊടുക്കുക, അല്ലെങ്കിൽ പുതിയൊരു പ്രൊഡക്റ്റ് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്ത് മേടിക്കാനൊക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ അത്തരത്തിൽ നമുക്ക് കുറേയധികം ഈ വേസ്റ്റ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ദെൻ
പിന്നെന്ന് പറയുന്നത് ഇൻസിനറേഷനാണ്. ഇൻസിനറേഷൻ്റെ ഡെഫിനേഷൻ ഇവിടെ ഉണ്ട്. ഇറ്റ്സ് എ കൺട്രോൾഡ് ആൻഡ് കംപ്ലീറ്റ് കമ്പസ്റ്റൻ പ്രോസസ് ഇൻ വിച്ച് ദ വേസ്റ്റ് ഈസ് ബേൺഡ് ഇൻ സ്പെഷ്യലി ഡിസൈൻഡ് ഇൻസിനറേറ്റേഴ്സ് അറ്റ് എ ഹൈ ടെമ്പറേച്ചർ ഇൻ ദ റേഞ്ച് ഓഫ് 900 to 1000 ഡിഗ്രി സെൽഷ്യസ്. അതായത് ഒരു കൺട്രോൾഡ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റിൽ ഈ പറയുന്ന ഈ വേസ്റ്റുകളെല്ലാം നമ്മൾ കത്തിച്ച് കളയുക, ബേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. വളരെ ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ ഇത് കത്തിച്ച് കളയുന്നു. അതാണ് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. വളരെ കൺട്രോൾഡ് എൻവയോൺമെൻറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. മൂന്നാമത്തേന്ന് പറയുന്നത് റീസൈക്ലിംഗ് ഓഫ് ഇ വേസ്റ്റ്. അതായത് നമ്മുടെ പഴയ കീബോർഡ്, മോണിറ്റർ അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മൊബൈൽ ഫോൺസ്, ഇതിനകത്ത് നിന്നൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്ന കമ്പോണൻറ്റുകൾ എടുത്തിട്ട് അത് പുതിയ ഒരു പ്രൊഡക്റ്റിൽ നമുക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കാൻ സാധിക്കും. അതിനകത്ത് യൂസബിൾ ആയിട്ടുള്ള പാർട്ടുകളൊക്കെ എടുത്തിട്ട് നമുക്ക് പുതിയ പാർട്ടുകൾ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും. ഇത്തരത്തിൽ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ദെൻ ഫോർത്ത് വൺ എന്ന് പറയുന്നത് ലാൻഡ് ഫില്ലിംഗ് ആണ്. അതാണ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ ഒട്ടും റെക്കമെൻഡ് ചെയ്യാത്തതായിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത് ലാൻഡ് ഫില്ലിംഗ് ആണ്. അതായത് നമ്മൾ മണ്ണിൽ കുഴിച്ചിടുക എന്നുള്ളതാണ് ലാൻഡ് ഫില്ലിംഗ് എന്ന് പറയുന്നത്. പക്ഷേ അത് ഒട്ടും റെക്കമെൻഡ് അല്ലാത്തൊരു മെത്തേഡാണ്. ദെൻ പിന്നെ പറയുന്നത് പറഞ്ഞാൽ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ഓർ ഗ്രീൻ ഐ.ടിയെ കുറിച്ചാണ്. അതായത് ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ കൃത്യമായിട്ടുണ്ട്. ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ഈസ് ദ സ്റ്റഡി ആൻഡ് പ്രാക്ടീസ് ഓഫ് എൻവയോൺമെൻ്റലി സസ്റ്റൈനബിൾ കമ്പ്യൂട്ടിംഗ് ഓർ ഐ.ടി. ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ഈസ് ദ ഡിസൈനിങ്, manufacturing, using and disposing of computers and associated components such as monitors, printers, storage devices, etc. efficiently and effectively with minimal or no impact on environment. അതായത് പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിൽ കമ്പ്യൂട്ടറുകളും അതിൻ്റെ അനുബന്ധ ഉപകരണങ്ങളും ഡിസൈൻ ചെയ്ത് മാനുഫാക്ചർ ചെയ്ത് അതുപോലെ തന്നെ ഡിസ്പോസ് ചെയ്യുക എന്നുള്ളതിനാണ് നമ്മൾ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ ഇതിനായിട്ടുണ്ടായിരുന്നൊരു ഇനിഷ്യേറ്റീവ് ആയിരുന്നു എനർജി സ്റ്റാർ എന്നുള്ളത്. നമ്മൾ പഴയ ലാപ്ടോപ്പിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു സിമ്പിൾ, എനർജി സ്റ്റാർ എന്ന് പറഞ്ഞാൽ. അതായത് അവിടെ മാക്സിമം കുറഞ്ഞ അളവിൽ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുക, അങ്ങനെ അത്തരത്തിൽ എനർജി സേവ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രോഗ്രാമായിരുന്നു ഈ എനർജി സ്റ്റാർ എന്ന് പറയുന്നത്. ദെൻ നമുക്ക് പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ കുറച്ച് പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോൾ ഗവൺമെൻറ് മാത്രമല്ല, അല്ലാതെ നമുക്ക് പേഴ്സണലി നമുക്കും പല രീതിയിൽ ഇത്തരത്തിൽ ഗ്ലോബൽ കമ്പ്യൂട്ടിങ്ങിൻ്റെ ഒരു ഭാഗമാകാൻ സാധിക്കും. അതായത് ഇപ്പോൾ ആവശ്യമില്ലാത്ത സമയത്ത് സിസ്റ്റംസ് ഉപയോഗിക്കാതിരിക്കുക, അതുപോലെ തന്നെ പവർ സേവ് മോഡുകൾ ഉപയോഗിക്കുക, ദെൻ കഴിയുന്നതും ലാപ്ടോപ്പുകൾ ഉപയോഗിക്കുക, പ്രിൻ്റ് ഔട്ടുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുക്കുക, അതുപോലെ CRT മോണിറ്റേഴ്സൊക്കെ ഒഴിവാക്കിയിട്ട് LCD അല്ലെങ്കിൽ LED മോണിറ്റേഴ്സൊക്കെ ഉപയോഗിക്കുക. ദെൻ ഇതൊക്കെ കൃത്യമായിട്ട് ഡിസ്പോസ് ചെയ്യുക അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യുക. അങ്ങനെ നമ്മളെ കൊണ്ടും ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. ദെൻ ദ എൻവയോൺമെൻ്റലി റെസ്പോൺസിബിൾ ആൻഡ് എക്കോ ഫ്രണ്ട്ലി യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ദ റിസോഴ്സസ് ഈസ് നോൺ ആസ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ്. ഒരു ഡെഫിനേഷൻ കൂടെ അവിടെ ഉണ്ട്, അതും പഠിച്ചു വയ്ക്കുക. പിന്നെ പറയുന്നത് പറഞ്ഞാൽ ഹൗ ടു മേക്ക് കമ്പ്യൂട്ടേഴ്സ് ഗ്രീൻ. അതായത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും പ്രകൃതിക്ക് കൂടുതൽ പ്രശ്നം വരാത്ത രീതിയിൽ എങ്ങനെ നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കും, അതായത് കമ്പ്യൂട്ടറുകളെയും അതിൻ്റെ അനുബന്ധ ഉപകരണങ്ങളെയൊക്കെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ എങ്ങനെ മാനുഫാക്ചർ ചെയ്യാൻ സാധിക്കും, അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയ കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അതിനകത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസൊക്കെ വളരെ കുറവായിരിക്കും, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിയും വളരെ കുറച്ച് മതിയായിരിക്കും. അതുപോലെ തന്നെ CRT മോണിറ്റേഴ്സിനൊക്കെ പകരം LCD മോണിറ്ററുകൾ ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റുകളൊക്കെ തന്നെയാണ്. അത്തരത്തിലൊക്കെ നമുക്ക് പല രീതിയിൽ ചെയ്യാൻ സാധിക്കും. ദെൻ ഈ ഗ്രീൻ കമ്പ്യൂട്ടിങ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് 4 അപ്രോച്ചുകൾ ഇവിടെ പറയുന്നുണ്ട്. അതായത് ഗ്രീൻ ഡിസൈൻ, ഗ്രീൻ മാനുഫാക്ചറിങ്, ഗ്രീൻ യൂസ്, ഗ്രീൻ ഡിസ്പോസൽ. അതായത് ഗ്രീൻ ഡിസൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസൈനിങ് ഫേസിൽ തന്നെ ഏറ്റവും എനർജി എഫിഷ്യൻ്റ് ആയിട്ടും എക്കോ ഫ്രണ്ട്ലി ആയിട്ടും ഡിവൈസുകളെ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് ഗ്രീൻ ഡിസൈൻ എന്ന് പറഞ്ഞ ഒരു അപ്രോച്ച് കൊണ്ട് പറയുന്നത്. അപ്പോൾ ലാപ്ടോപ്പ്, പ്രിൻ്റർ എന്തോ ആയിക്കോട്ടെ, അത് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും എനർജി എഫിഷ്യൻ്റ് ആയിട്ടും എക്കോ ഫ്രണ്ട്ലി ആയിട്ടും ഡിസൈൻ ചെയ്യാനുള്ളതാണ്. രണ്ടാമത്തെ അപ്രോച്ച് എന്ന് പറയുന്നത് ഗ്രീൻ മാനുഫാക്ചറിങ് ആണ്. അതായത് മാനുഫാക്ചറിങ് സമയത്ത് വേസ്റ്റ് മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ്. എൻവയോൺമെൻ്റൽ ഇമ്പാക്റ്റുകൾ ഉണ്ടാകാതെ
അവിടെ വരുന്ന വേസ്റ്റ് മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. ദെൻ ഗ്രീൻ യൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ, അതായത് ഇലക്ട്രിസിറ്റി കൺസംഷൻ മാക്സിമം കുറച്ച് എക്കോ ഫ്രണ്ട്ലി മാനറിൽ ഈ ഉപകരണങ്ങൾ യൂസ് ചെയ്യുക. ദെൻ ഫോർത്ത് അപ്രോച്ച് എന്ന് പറയുന്നത് ഗ്രീൻ ഡിസ്പോസലാണ്. അതായത് ഒന്നില്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യുക, അല്ലെങ്കിൽ ഇത് കൃത്യമായിട്ടുള്ള രീതിയിൽ ഡിസ്പോസ് ചെയ്യും. അത് പ്രകൃതിക്ക് ഒരു പ്രശ്നം വരാത്ത രീതിയിൽ നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് ഡംപ് ചെയ്യാതെ കൃത്യമായിട്ട് റീയൂസോ അല്ലെങ്കിൽ റീസൈക്കിളോ ചെയ്യുക. ഈ 4 കാര്യങ്ങളാണ് ഇതിനകത്ത് അപ്രോച്ചായിട്ട് പറയുന്നത്.